friends, assalamu alaikum. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും വെറൈറ്റി ടേസ്റ്റുമായിട്ടുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ആക്ച്വലി പിസ്സ സോസ് ബാക്കിയായപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ആ കൂട്ടത്തിൽ വീഡിയോ എടുത്തു. വളരെ ടേസ്റ്റി ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഇതിന് വേണ്ട സോസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് കൂടി എടുത്തിട്ടുണ്ട്. പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പിസ്സ റെസിപ്പി, പിസ്സ ബർഗർ റെസിപ്പി, നൂഡിൽസ് റെസിപ്പി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പിസ്സ സോസൊക്കെ ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് എരിവ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്യാം. കുരുമുളക് പൊടി ആയതുകൊണ്ട് തന്നെ നൂഡിൽസ് ആഡ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വൈറ്റ് വിനീഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസായി സോസ് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ടൊമാറ്റോ സോസ് എന്ന് പറയുന്നത് നമ്മൾ മിക്ക നൂഡിൽസിലും ആഡ് ചെയ്യണതല്ലേ, അപ്പം ഞാൻ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് കരുതുന്നു. അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം പ്ലസ് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സോസ് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഞാനിതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ച ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സോസിൽ നിന്നും 1 ടേബിൾ സ്പൂൺ സോസ് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു തിക്നെസ്സിൽ തന്നെ നമ്മുടെ സോസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്താൽ നല്ലവണ്ണം ഒന്ന് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളം ആഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു പരുവത്തിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഈ ചിക്കന് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ സോസില്ലേ, ഇനി ഇതിലേക്ക് എക്സ്ട്രാ 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ നൂഡിൽസിൽ കംപ്ലീറ്റ് ആയിട്ട് കവറായി നിൽക്കുന്ന രീതിയിൽ സോസ് ഉണ്ടെങ്കിലാണ് ആ ഒരു ടേസ്റ്റും ആ ഒരു ലുക്കും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ 1/2 കപ്പ് ടോട്ടലായിട്ട് 3/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഒലിവ് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കിംഗ് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിന് വേണ്ട നൂഡിൽസ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണിച്ച് ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി ഞാൻ കാണിച്ചിട്ടില്ല. വെള്ളം നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. അതിൽ ആവശ്യത്തിനൊരു നുള്ള 1/4 ടീസ്പൂൺ അളവിനൊക്കെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം വേവിച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട. ജസ്റ്റ് ഒന്ന് സ്പൂണിട്ട് ഒന്ന് അമർത്തുമ്പോൾ, ഒന്ന് കൈ കൊണ്ട് ഒന്ന് അമർത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന പരുവായാൽ മതി കേട്ടോ. ആ ഒരു പരുവത്തിൽ വേവിച്ച് മാറ്റി വയ്ക്കുക. ലൈറ്റ് ഓൺ ആക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് ഒന്ന് കുക്കായി വന്ന് തുടങ്ങിയതിന് ശേഷം ചെറിയ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കളറിനായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒറിഗാനോ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ റെസിപ്പി ട്രൈ ചെയ്യാതിരിക്കരുത്. ചിക്കൻ നല്ലവണ്ണം ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഒരു ക്യാരറ്റിൻ്റെ ഒരു 1/2 ഭാഗമൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ക്യാരറ്റ് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പകുതി വലിയുള്ളി കൂടി ഞാൻ നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും പകുതി ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന നൂഡിൽസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആഡ് ചെയ്യുക. ഇതെല്ലാം തന്നെ നമുക്കിപ്പോൾ ഞാനിത് ഉണ്ടാക്കിയത് ഒരു 4 ആൾക്ക് കഴിക്കാനുള്ള നൂഡിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊരു 2 മിനിറ്റ് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ്സോളം ഏകദേശം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ
ക്യാപ്സിക്കം ഒക്കെ ഇതുപോലെ ഒന്ന് ട്രാൻസ്പാരൻ്റായി വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന നൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നൂഡിൽസ് മുഴുവനായിട്ടും ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സോസ് ഇതിന് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് താഴെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സോസ് ആഡ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് എടുത്തതിന് നല്ലവണ്ണം മിക്സ് ആയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എരിവ് കുറവാണെങ്കിൽ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂഡിൽസ്. ഇതൊന്ന് 2 മിനിറ്റ്സോ 3 മിനിറ്റ്സോ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ. ചൂട്ടോടെ തന്നെ കഴിക്കാനാണെങ്കിലും ചൂടാറിയതിന് ശേഷം കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ഞാൻ ലാസ്റ്റ് ടൈം ഇട്ടൊരു മോട്ടിവേഷൻ വീഡിയോ ഉണ്ടായിരുന്നു, സക്സസ് സ്റ്റോറി. അത് കണ്ടവർ എല്ലാവരും കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തു. അത് ഒരുപാട് സന്തോഷമുണ്ടാവും എൻ്റെ കമൻസൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്